ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പാലക്കും പരിപ്പും ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഈ ഒരു പാലക് പരിപ്പ് കറി തയ്യാറാക്കുന്നത് നോക്കാം. കുക്കറിൽ കഴുകി വൃത്തിയാക്കിയ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 1/3 കപ്പ് അളവിനാണ് പരിപ്പ് എടുത്തിരിക്കുന്നത്. തോരപ്പരിപ്പാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. കുക്കറിലോട്ട് തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഒരു പിടി അളവിന് പാലക്ക് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു സവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, 3 വെളുത്തുള്ളി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് 2-3 എണ്ണം, ഒരു ടൊമാറ്റോയുടെ പകുതിയാണ്, അതും ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കറിയിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയും വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവിനാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിത് ആവി വന്ന് വെയിറ്റ് ഇട്ട ശേഷം ലോ ഫ്ലെയിമിൽ 10 മിനിറ്റാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയ ശേഷം തുറന്ന് നോക്കുമ്പോൾ പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് തിക്കായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ നമ്മളിതിനകത്തേക്ക് 1/4 കപ്പോ അല്ലെങ്കിൽ 1/2 കപ്പോ അളവിന് ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അതിനുശേഷം നമുക്കിതൊന്ന് കടുക് താളിക്കണം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിന് വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചൂടായ എണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ അളവിന് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ അളവിന് ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ജീരകം മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു വറ്റൽമുളക് കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച സവോളയുടെ ബാക്കി പകുതി ഉണ്ടായിരുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തതും 4-5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയ്ക്ക് അതിൻ്റെ റോ ടേസ്റ്റ് മാറി ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ആ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം, പൊടികളുടെയൊക്കെ ഒരു റോ ടേസ്റ്റ് മാറുന്ന രീതിയിൽ. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു പരിപ്പ് പാലക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പച്ചമുളക് വേവിച്ചപ്പം ഉപയോഗിച്ചത് കൊണ്ടാണ് നമ്മൾ മുളക് പൊടിയൊക്കെ വളരെ കുറച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അതുപോലെ നെയ്യ് വേണമെങ്കിൽ 1 ടീസ്പൂൺ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. ഇപ്പോൾ ചെറുതായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലക് പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പാലക് പരിപ്പ് കറി എല്ലാവരും ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.